decoration ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ടേബിൾ മാറ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഹാൻഡ് എംബ്രോയിഡറി യൂസ് ചെയ്തിട്ട് ഒരു ഹൂപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഹൂപ്പ് വാൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാം, അതല്ല സൈഡ് ടേബിളിൻ്റെ ഒക്കെ സൈഡിലായിട്ട് സ്റ്റാൻഡിൽ നമുക്ക് ചിരിച്ചാണെങ്കിലും വെക്കാം. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് തീമിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഹൂപ്പ് ഡിസൈനിങ്ങിൻ്റെ റിക്വസ്റ്റ് ഇതിന് മുമ്പേ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഏത് തുണിയിലാണ് ചെയ്യണ്ടേ എന്നൊക്കെയുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഡൗട്ട്സ് ഈ ഒരു വീഡിയോയിൽ നിന്ന് ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൂപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹൂപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വീടിന് ചേരുന്ന സൈസ് ഏതാണെന്ന് നോക്കണം. വാളിന് ചേരുന്ന സൈസ് ഏതാണ്. കുഞ്ഞ് ഹൂപ്പ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്, വലിയ ഹൂപ്പ് വരെ. ഒത്തിരി വലിയ ഹൂപ്പ്സ് എടുക്കണ്ട, ഒരു മീഡിയം സൈസ് ഉള്ള ഹൂപ്പ്സ് മതി. തീരെ കുഞ്ഞു ഹൂപ്പ്സ് എടുക്കണമെങ്കിൽ ഒന്നിൽ നിർത്തരുത്. അപ്പോൾ പ്ലെയിൻ വാളിൽ ഒരെണ്ണം വെച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഒരു 2-3 ചെയ്തിട്ട് സ്കാറ്റർ ചെയ്ത് നിങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ വാളിന് ചേരുന്ന പോലത്തെ ഡിസൈനിൽ വെക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹൂപ്പ് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വുഡൻ ഹൂപ്പുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വുഡൻ ഹൂപ്പ് ഇല്ല, ഫൈബറിൻ്റെ ഹൂപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതായാലും നമുക്ക് ഇതിന് എടുക്കാം, ഹൂപ്പ് ഡെക്കറേഷന് യൂസ് ചെയ്യാം. പക്ഷെ അപ്പോൾ ഫൈബറിൻ്റെ ഹൂപ്പ് എടുക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരേ കളേഴ്സ് ഉണ്ടാവും, ആ ഫ്രെയിമിന് ഒരേ കളേഴ്സ് ഉണ്ടാവും, ഇങ്ങനെ റെഡ്, പിങ്ക് അങ്ങനത്തെ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് വെക്കുമ്പം ഭംഗി കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അത്ര ഭംഗി കിട്ടണില്ല എന്ന് തോന്നുവാണെങ്കിൽ റിബണോ അല്ലെങ്കിൽ ലേസോ മാർക്കറ്റിൽ മേടിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ചിട്ട് ഒന്ന് ചുറ്റിയിട്ട് തുണിയുടെ മേലിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് വെച്ചാൽ മതി വോളിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ വന്നിട്ട് നമ്മൾ അങ്ങനെയാണ് ഹൂപ്പിൻ്റെ കാര്യങ്ങൾ. ഇനി വന്നിട്ട് നമുക്ക് തുണിയാണ്. തുണി ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് നെറ്റ് മെറ്റീരിയൽ മുതൽ നെറ്റ് മെറ്റീരിയൽ എന്ന് ഞാൻ ഉദ്ദേശിച്ച കോട്ട മെറ്റീരിയൽ ഒന്നും അല്ല, അതല്ലാണ്ട് നെറ്റിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനത്തെ മെറ്റീരിയൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ എടുക്കുമ്പം അതിൻ്റെ അകത്ത് തയ്ക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അടിയിൽ കെട്ട് ഇടുന്നതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പാടായിരിക്കും, കാണാനും ഭംഗി ഉണ്ടാവത്തില്ല. അത് അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്യാം, ജൂട്ടിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്യാം, കട്ടിയുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ ചൂസ് ചെയ്യുന്നത് കളറാണ്, മെറ്റീരിയലിൻ്റെ കളറ് നമ്മുടെ ഓരോ ആൾക്കാരുടെയും വീടിൻ്റെ വോളിന് ചേരുന്നത് എന്താണ്, ഏത് കളറാണ് വോളിന് ചേരുക, ആ കളർ യൂസ് ചെയ്ത് മെറ്റീരിയൽ മേടിക്കുക. ആ കളർ മെറ്റീരിയലും ഫ്രെയിം ആണെങ്കിൽ ഫ്രെയിമിന് ചുറ്റുന്ന തുണിയാണെങ്കിലും എന്തായാലും വോളിനും ആയിട്ട് മാച്ച് ചെയ്യുന്നത് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു 6 ഇഞ്ചിൻ്റെ ഒരു ഹൂപ്പാണ്. ഡിസൈൻ വന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് 5 ഇഞ്ചും വിഡ്ത്ത് 4 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിസ്മസ് ട്രീൻ്റെ അകത്ത് ഈ സ്റ്റെം പാർട്ട് മുഴുവൻ വുഡൻ പാർട്ടെല്ലാം തയ്ച്ചേക്കുന്നത് ഡാർക്ക് ബ്രൗൺ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചാണ് ഇവിടെയൊക്കെ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കുറച്ചും കൂടെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇട്ടിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതും ബാക്ക് സ്റ്റിച്ച് തന്നെയാണ്, ഒരു ലൈറ്റർ ഷെയ്ഡാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മുഴുവനും ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഈ സ്റ്റെം ഇങ്ങോട്ട് വരുന്ന ബ്രാഞ്ചസ് ആണെങ്കിലും എല്ലാം ഈ ഡാർക്ക് ബ്രൗൺ ത്രെഡ് ഇട്ടിട്ടാണ് ബാക്ക് സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ലീവ്സ് തയ്ച്ചിരിക്കുന്നത് വെറുതെ റണ്ണിങ് സ്റ്റിച്ച് മാതിരി വെറുതെ പൊക്കിയെടുത്തിട്ട് ഇവിടെ താത്തുക. എന്തോരം ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ താത്തി അങ്ങനെ ലീവ്സ് തയ്ച്ചേക്കുന്നത്. അതൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡ് ഇട്ടിട്ടാണ് ലീവ്സ് തയ്ച്ചേക്കുന്നത്. അതൊരു ഗ്യാപ്പിട്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഡാർക്കിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ലീവ്സ് മുഴുവൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലൈറ്റ് ഇട്ടില്ല, ഡാർക്ക് മാത്രമേ ഉള്ളൂ വെച്ചാൽ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ക്രിസ്മസ് ട്രീയുടെ ബോൾസ് വെച്ച് തയ്ച്ചിരിക്കുന്നത്, ബോൾസിന് പകരമായിട്ട് ഞാൻ തയ്ച്ചിരിക്കുന്നത് ബീഡ്സ് വെച്ചേക്കുവാണ്. അപ്പോൾ അതൊരു യെല്ലോ കളർ, ഒരു വൺ സ്ട്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. 1 സ്ട്രാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഈ യെല്ലോ ത്രെഡ് വെച്ച് ഇവിടെ ബീഡ്സ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ബീഡ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്റ്റാർ വെച്ച് തയ്ച്ചിരിക്കുന്നത് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്താണ്. അത് 2 സ്ട്രാൻഡ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ബീഡ് വെക്കാൻ മാത്രമാണ് 1 സ്ട്രാൻഡ് എടുത്തത്, എന്ന് വെച്ചാൽ 2
സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തെറിച്ച് നിൽക്കും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം 1 സ്ട്രാൻഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കണം. ബാക്കി ഫുൾ എൻറ്റയർ ഡിസൈൻ തയ്ക്കാനായിട്ട് നമ്മൾ എല്ലാത്തിനും 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇത്തിരി ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. കോട്ടൺ ആണെങ്കിലും കുറച്ച് ട്രാൻസ്പെറൻറ്റാണ്. ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ അടിയിൽ കൂടെ വല്ലതും നൂലൊക്കെ വലിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണും, പ്രത്യേകിച്ച് വൈറ്റും കൂടെ ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ തയ്ച്ച് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒരിക്കലും വലിക്കരുത്. ഈ ത്രെഡ് വലിക്കുന്നത് കാണും. ഒരിക്കലും ഇത് ഇത്തിരി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിക്കരുത്. കെട്ടിട്ട് തന്നെ പോകണം. പിന്നെ ഒത്തിരി മുറുക്കെ കെട്ടിടാനും എന്ന് വെച്ചാൽ 2-3 വട്ടം കെട്ടിടാനും പോകണ്ട. എന്ന് വെച്ചാൽ ഇത് നമ്മൾ അലക്കണതൊക്കെ കുറവായതുകൊണ്ട് ഒന്ന് പയ്യെ ഒന്ന് കെട്ടിട്ടാൽ മതി, ഒരു വട്ടമൊക്കെ കെട്ടിട്ടാൽ മതി. അപ്പം അങ്ങനെയാണ് ഇതൊരു ഡിസൈനിങ് വന്നേക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൂപ്പിൻ്റെ ആ സ്ക്രൂ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു റിബണും കൊണ്ട് ഒരു ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ, എന്തെങ്കിലും ഒട്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ ചെറിയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർ ഒട്ടിക്കണമെങ്കിൽ സ്റ്റാർ ഒട്ടിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഹൂപ്പിൻ്റെ സ്ക്രൂ കണ്ടാൽ കുഴപ്പമില്ല എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലും വിടാട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ചുമ്മാ ഒരു റിബൺ ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇതൊരു സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന ഒരു ഹൂപ്പ് ഡിസൈനിങ്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ടേബിളിൽ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഡോറിൽ വെക്കാം, അതല്ല വാളിൽ ഹാങ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, ഈ ഹൂപ്പിനായാലും തുണിക്കായാലും അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആണി അടിച്ചിട്ട് ഹാങ് ചെയ്യണമെന്നൊന്നുമില്ല. ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇവിടെയും ഒട്ടിച്ച് വെച്ചാൽ മതി. അത് സുഖമായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്രിസ്മസ് തീമിനുള്ള ഡിസൈൻസ് എടുത്തിട്ട് ഇതുവരെ ചെയ്തിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രൗൺ ഡോറൊക്കെ ആണെങ്കിൽ ഇതുവരെ വൈറ്റ് അല്ലെങ്കിൽ സിൽക്കിൻ്റെ മെറ്റീരിയലൊക്കെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതെങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഏതൊക്കെ സ്റ്റിച്ചസാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കാണാൻ വേണ്ടി. ഇപ്പോൾ ഹൂപ്പ് വോൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ട്രീയുടെ. ലീവ്സിൻ്റെ ഒന്നും പടം വരച്ചിട്ടില്ല. തന്നെ നമ്മൾ തയ്ക്കുമ്പോൾ തയ്ച്ചാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ തയ്ക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഈ എടുത്തേക്കുന്ന ഹൂപ്പിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ ഒരു ഹൂപ്പാണിത്, ഫ്രെയിമാണ്. അതിൻ്റെ അകത്ത് ഡിസൈൻ വന്നിട്ട് 5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചുമാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റെം ആണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തയ്ക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. ഞാൻ 2 സ്ട്രാൻഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാധാ കോട്ടൺ തുണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കോട്ടൺ തുണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള ഏത് തുണി വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിലവർ നെറ്റിൽ വരെ നമുക്ക് വേണമെങ്കിൽ ഇതുവരെ ഹൂപ്പിൽ വർക്ക് ചെയ്ത് വോൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാം. നെറ്റ് തുണിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ റൂട്ടിൽ നിന്ന് നമ്മൾ തയ്ക്കുവാണ്. ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുള്ളും ഫില്ല് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പം ഒത്തിരി ലെങ്ത്തിൽ ബാക്ക് സ്റ്റിച്ച് തയ്ക്കാണ്ട് കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പം 1 സ്ട്രാൻഡ് ആയാലും 2 സ്ട്രാൻഡ് ആയാലും നല്ല ഭംഗിയാണ്. ഒത്തിരി തിക്കായിട്ട് ത്രെഡ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി തിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല അത്രയ്ക്ക്. അപ്പം 1 അല്ലെങ്കിൽ 2 അത്രയും സ്ട്രാൻഡ്സ് യൂസ് ചെയ്താൽ മതി. ഇത് ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡ് ആയാലും യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. ആങ്കറിൻ്റെ ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ഈ ട്രങ്ക് മുഴുവനും നമ്മൾ ഈ ക്രിസ്മസ് ട്രീയുടെ ഫുൾ ട്രങ്കും ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ആദ്യം ഒരു ഔട്ട്ലൈൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഉള്ളും ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഉള്ളിൽ വേറൊരു ബ്രൗണിൻ്റെ തന്നെ വേറൊരു ലൈറ്റ് ഷെയ്ഡും കൂടെ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷെയ്ഡ് ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് പെയിൻറ്റ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്ക്കുമ്പോഴും ഇതുപോലെ ഡാർക്കും ലൈറ്റും ഷെയ്ഡ് വെച്ചിട്ട് ഈ മരത്തിൻ്റെ ട്രങ്ക് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും.
അപ്പോൾ ഇതുവരെ നമുക്ക് ഫുള്ളും ബാക്ക് സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഒരു ഔട്ട്ലൈൻ ഫ്രെയിം നമ്മൾ തയ്ച്ച് തീരാറായി. ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിലും ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് തന്നെ ഫില്ല് ചെയ്യണം. അപ്പോൾ തൊട്ട് അടുത്ത് തന്നെ തയ്ക്കണം. ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പം നല്ല വിടവില്ലാണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ സ്റ്റെം മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു ഷെയ്ഡ്, ഒരു ഇത്തിരി വ്യത്യാസത്തിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡും കൊണ്ട് ഇവിടെ കുറച്ച് ഭാഗം തയ്ച്ചിട്ടുണ്ട്. അതിപ്പോൾ തയ്ച്ചില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല. കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ബ്രാഞ്ചസും തയ്ക്കുന്നത് ഈ ഡാർക്കർ ഷെയ്ഡ് ബ്രൗൺ വെച്ചിട്ട് തന്നെയാണ്. 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ക്കണം. അപ്പം നമുക്ക് ആദ്യം ഈ താഴത്തെ ഒരു ബ്രാഞ്ച് തയ്ക്കാം. ആദ്യം ബ്രാഞ്ച് തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ലീഫ് തയ്ക്കാൻ തുടങ്ങാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ സെയിം ഹോളിൽ തന്നെ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ വൈറ്റ് കളറ് എടുത്ത് കാണിക്കും. ഈ ബ്രൗണിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് കാണുമ്പം വൃത്തികേടാകും. അപ്പോൾ എപ്പോഴും കൃത്യമായിട്ട് ആ സെയിം ഹോളിൽ കൂടെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിസ്മസ് ട്രീ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് റൈറ്റിങ്സ് വേണമെങ്കിൽ മേരി ക്രിസ്മസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ റൈറ്റിങ്സ് എഴുതണം എന്നുണ്ടെങ്കിൽ റൈറ്റിങ്സും ഈ ബാക്ക് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേർഡ്സും എഴുതാവുന്നതാണ്. അടിയിൽ കൂടെ അധികം വലിക്കാണ്ടിരിക്കുന്നത് നല്ലത്. നമ്മളിങ്ങനെ വോൾ ഹാങ്ങിങ് ആകുമ്പോൾ പുറകിൽ തുണി ഇല്ലാണ്ടിരിക്കുമ്പം ലൈറ്റിൻ്റെ ഇത് വന്നിട്ട് എവിടെ കൂടെയാണ് വന്നേക്കുന്നത്, ത്രെഡ് ഇതിലേ കൂടെയൊക്കെയാണ് വലിച്ചേക്കുന്നതെന്ന് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് അടിയിൽ കൂടെ വലിക്കാം, കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ കൂടെ വലിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓരോ ബ്രാഞ്ചും തയ്ച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കെട്ടിട്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട്. നമുക്കിതിൻ്റെ ഇനി ഇല എങ്ങനെയാണ് തയ്ക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇല തയ്ക്കാനായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ഒലീവ് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അതും 2 സ്ട്രാൻഡ്സ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ റണ്ണിങ് സ്റ്റിച്ചൊക്കെ തയ്ക്കുന്ന മാതിരി ഇങ്ങനെ നമുക്ക് എന്തോരം ഡിസ്റ്റൻസ് ആ ലീഫിന് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ തയ്ക്കുന്നു. അടുപ്പിച്ചല്ല, വിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പം എല്ലാം ഈക്വൽ ലെങ്ത്തിൽ ലീഫ് തയ്ക്കണ്ട. നമ്മൾ നോർമലി ട്രീയിൽ കാണുമ്പോൾ എല്ലാം ഈക്വൽ ലെങ്ത് ഒന്നും ആവത്തില്ലല്ലോ. അതുപോലെ കയറി ഇറങ്ങിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തയ്ക്കാം. അപ്പം ഇത് തയ്ച്ച് പോണതിൻ്റെ കൂടെ തന്നെ ഈ സൈഡും തയ്ച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തീരും നമ്മുടെ. അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ തയ്ക്കാനായിട്ട് വരേണ്ടി വരും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ലീഫിൻ്റെ ഒരു ഇതിൽ നിന്ന് തന്നെ രണ്ടിടത്തോട്ടൊക്കെ 2 ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് തയ്ക്കാം. ഒരേ ഇതിൽ തന്നെ യൂണിഫോം ആയിട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല. കുറച്ചൊക്കെ കയറി ഇറങ്ങിയൊക്കെ നമുക്ക് തയ്ച്ചാൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും. എടുക്കുമ്പോൾ എപ്പോഴും ബ്രൗണിൻ്റെ തൊട്ടടുത്തേക്കൂടെ എടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ആ വൈറ്റ് സ്റ്റെം കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും ലീഫ് വരുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ക്കുമ്പോൾ എപ്പോഴും സ്റ്റെമ്മിൻ്റെ തൊട്ടടുത്തേക്കൂടെ തന്നെ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ തൊട്ടടുത്തേക്കൂടെ തന്നെ നമ്മൾ കുത്തിയെടുക്കുക. ഇപ്പം നമ്മൾ ഡാർക്ക് ഒലീവ് ഗ്രീൻ വെച്ചിട്ട് ഇതുപോലെ ലീഫ് തയ്ച്ച് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ലീവ്സ് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാത്തിൻ്റെ ഇടയിലല്ല, നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ഒരു വേഗ് ഐഡിയ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ തയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് ലീവ്സ് ഇരിക്കും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ചെയ്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സെയിം പ്രോസസ്സാണ്, തയ്ക്കുന്നത് ഇതുപോലെ തന്നെയാണ്, കളർ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ലൈറ്റ് ഒലീവ് ഗ്രീൻ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം.
ഇനിയിപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാർ തയ്ച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്റ്റാർ വരച്ചേക്കുന്ന ഇങ്ങനെയാണല്ലോ. ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ഓരോ ഇതിനും ഇങ്ങനെയൊന്നും ഇവിടം വരെ ഇങ്ങനെ ഒന്ന് വരച്ച് വെക്കുക. നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരച്ച് വെച്ചാൽ ഓരോ സ്റ്റാറിൻ്റെ ഓരോ ഇതും സെപ്പറേറ്റ് ആയിട്ട് വരച്ച് വെക്കുക, എന്നിട്ട് തയ്ക്കുക. അപ്പോൾ ഇത് പെറ്റിൽ ഇത് വേറെ അടുത്തത്, പിന്നെ ഇവിടെ അങ്ങനെ എല്ലാത്തിൻ്റെയും നടുക്കേ കൂടെയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചോ, ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമില്ല. അറിയാമെങ്കിൽ സെൻറ്ററിൽ കൂടെ തന്നെ തയ്ച്ചാൽ മതി. ഇതുവരെ വരച്ച് വെച്ച് കഴിഞ്ഞിട്ട് 2 strands, അപ്പോൾ സ്റ്റാർ ഞാൻ യെല്ലോ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 2 strands എടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു പോർഷൻ നമ്മൾ സെൻറ്ററിൽ കുത്തും. ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ത്രെഡ്. അത് കഴിഞ്ഞിട്ടാണ് സൈഡിൽ നിന്ന് നമ്മൾ എടുത്ത് തുടങ്ങുന്നത്. ഇങ്ങനെ എടുക്കുന്നു. പിന്നെ നമ്മൾ ഡിസൈൻ്റെ ഇതുപോലെ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് എടുക്കുന്നു. ഈ സൈഡിൽ നിന്നും എടുത്തിട്ട് സെൻറ്ററിലോട്ട് വരുന്നു. ഇത് കുത്തി നമ്മൾ ആദ്യം എടുത്ത് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വന്നാൽ അല്ലെങ്കിൽ വിടവ് കാണും. ടൈറ്റായിട്ട് വന്നെങ്കിൽ തൊട്ട് താഴെ തന്നെ എടുക്കുക. എന്നിട്ട് നീഡിലിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്യുക. കുഞ്ഞ് സ്റ്റാർ ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലാകും. സൂക്ഷിച്ചും വേണം തയ്ക്കാനായിട്ട്. ആ ഡിസൈൻ സ്റ്റാറിൻ്റെ ഷേപ്പ് പോകാണ്ട് തന്നെ വൃത്തിക്ക് തയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റിലും നമ്മുടെ ബാക്കിയുള്ള സ്റ്റാറിൻ്റെ ബാക്കിയുള്ള പോർഷൻസും എല്ലാം ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാറും തയ്ച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ട്രീൻ്റെ ലീവ്സും സ്റ്റെംസും എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ട്രീൻ്റെ അകത്ത് കുറച്ച് ബീഡ്സ് വെക്കുകയാണ്. അത് നേരം ഒരു 1 strand ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ബീഡ്സ് വെക്കുന്നത്. അപ്പോൾ അത് ബീഡ്സ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മേളിൽ ഒരു ബോ വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള തുണി ചുറ്റോടുള്ള തുണി കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി മടക്കി ബാക്കിലോട്ട് മടക്കി വെച്ചിട്ട് ഫെവിക്കോളോ ഫാബ്രിക് ഗ്ലൂ എന്താണെന്ന് വെച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും മതി. വെച്ച് അത് ഉള്ളിലോട്ട് മടക്കി ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഹൂപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.